ഹലോ, ഇന്നൊരു ഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ രാവിലത്തെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ്. നമ്മളിപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ കറി പീസായിട്ട് അത് കട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇപ്പുറത്തെ ഷോപ്പിൽ നിന്ന് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിവിടെ വന്നിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചായക്കുള്ള സ്നാക്സൊക്കെ ആയിരുന്നു എടുക്കാനുള്ളത്. അപ്പോൾ അത് ഞാനൊരു റസ്കിൻ്റെ പാക്കാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് വെജീസൊക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 27th ആയിട്ടുണ്ട് ഡിസംബർ. അപ്പോൾ നമ്മൾ ഡിസംബർ 1st നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങളാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ ഇങ്ങനെയുള്ള ആ ഒരു വലിയ അല്ലിയൊക്കെ വരുന്ന വെളുത്തുള്ളിയൊക്കെ കാണുമ്പോൾ ഞാൻ എടുത്ത് വയ്ക്കലുണ്ട്. കാരണം നമുക്കത് യൂസ് ചെയ്യാനും തൊലി കളയാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി അതുപോലെ ചെറിയ ഉള്ളിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം ഡെയിലി ബേസിൽ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെജീസ് അത്ര ഫ്രഷായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പയറൊക്കെ ഫ്രഷായിട്ടല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇന്നൊക്കെ ഉള്ളത് മാത്രം കുറച്ചൊന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പയർ മാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ട, പിന്നെ പഴം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് വാങ്ങാൻ വന്നത് പാലായിരുന്നു. പക്ഷേ നമ്മളത് മറന്നിട്ടുണ്ടായിരുന്നു പാൽ വാങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ രാവിലത്തെ ആ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതാ നമ്മുടെ ചിക്കനും വെജീസൊക്കെ വാങ്ങിയിട്ടുള്ള തിരിച്ച് പോക്കാണത്. അപ്പോൾ രാവിലെ നമ്മളിങ്ങോട്ട് വന്നത് തന്നെ ചിക്കനും പാലും വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പാല് മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നടക്കുമ്പോഴാണ് ഓർത്തത്. പിന്നെ തിരിച്ച് പോകണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ക്വാർട്ടേഴ്സിലേക്ക് പോവാണ്. അപ്പോൾ അതാ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയൊക്കെ പണികളൊക്കെ ആയി. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോന്നും അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ രാത്രി കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത് മോളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവളുടെ ഡയറിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വാട്ടർ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും ഞാനത് അവൾ കാണുകയും ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ വിട്ടതാണ് കൗണ്ടർ ടോപ്പ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് ക്ലീനിങ് കൂടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റംസൊക്കെ എടുത്ത് വയ്ക്കുന്ന റാക്കും കൂടെ ഡേർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസൊക്കെ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്ലേസ് ചെയ്യുന്ന ഏരിയയും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡീപ്പ് ക്ലീനിലേക്ക് മാറ്റി വെക്കാണ്ട് ചെറിയ ചെറിയ ക്ലീനിങ്ങൊക്കെ ചെറിയ ഓരോ പ്ലേസിലൊക്കെ ഉള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്റ്റെയിന് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഡയറക്റ്റ് ഇതിൻ്റെ മുകളിലൊക്കെ കുറേ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഇതിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു റാക്ക് മാത്രം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ വെച്ചിട്ടുള്ള ലൈനറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പേപ്പറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫ്രൂട്ട്സും കൂടെ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ കയ്യിലുള്ളതും ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഈ ഒരു റാക്കിലേക്ക് സ്റ്റോർ ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് വീക്കാണ് നമ്മുടെ മന്ത്ലി ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ടൈം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ അധികം പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇനി നമുക്ക് മുട്ടയും കൂടിയിട്ടാണ് എടുത്ത് വെക്കാനായിട്ടുള്ളത്. അപ്പോൾ മുട്ട വാഷ് ചെയ്ത് എടുത്ത് വെക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കവറിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ തേങ്ങാച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അതൊന്ന് റൈസ് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് വേവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിനു മുമ്പ് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് വെള്ളം വെച്ചിട്ടാണ് വൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മോളാണ് ഇന്നലെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വാട്ടർ സ്റ്റെയിനൊക്കെ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് വിഷമമുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പോൾ പിന്നെയും റിപ്പീറ്റഡ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് വൈപ്പ് ഓഫ് ചെയ്തിട്ട് ഇനി ബാക്കി നമുക്ക് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിന്ന് വാങ്ങിച്ചിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചിക്കനാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് റോസ്റ്റ് മാത്രം ചെയ്യാനുള്ളത്, ഇപ്പോൾ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളതാണ്. പിന്നെ ടിഫിനിൽ കൊടുത്തേക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജീസും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 സവാള, 5 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു തവയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ആ ഒരു 3 ഇൻഗ്രീഡിയൻറ്റിൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ല രീതിയിലൊന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് വഴറ്റിയും കൂടെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റിങ്ങിൻ്റെ ടൈമിൽ തന്നെ നമ്മളപ്പുറത്ത് ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കുള്ള കറിയൊക്കെ നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. മീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മീൻ കറിയും ചപ്പാത്തിയും കൂടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ലഞ്ചിന് നമുക്ക് തേങ്ങാച്ചോറ്, അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ്, പിന്നെ മീൻ കറിയും ആ ഒരു പയറിൻ്റെ തോരനും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ മസാല എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് 2 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് നമ്മളൊരു 15 മിനിറ്റോളം വേവിച്ചെടുക്കുന്നുണ്ട്. വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അടച്ച് വെച്ചിട്ടാണ് 15 മിനിറ്റ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിങ്ങിൻ്റെ ടൈമിൽ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ തിരക്കും അതുപോലെ തന്നെ ഈ ഒരു കുക്കിങ്ങിൻ്റെ ടൈമിലുള്ള വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ചപ്പാത്തി പരത്തലും കാര്യങ്ങളൊന്നും ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാനിവിടെ ഫ്ലോറിൽ ഇരുന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മോഡേൺ കിച്ചണിൽ നമ്മൾ ചെയ്യുന്നത് ഫുൾ ടൈം നമ്മൾ നിന്നിട്ടായിരിക്കും എല്ലാ പണികളും ചെയ്യുന്നത്. അത് നമ്മൾ പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്ര നേരം നിന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് പക്ഷേ നമ്മുടെ ഹെൽത്തിന് വളരെയധികം മോശമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ എത്ര ടൈം നമ്മൾ നിൽക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ ഇരുന്നിട്ടും കൂടെ ജോലി ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ മീൻ വെട്ടാനും അതുപോലെ ചപ്പാത്തി പരത്താനും കാര്യങ്ങൾക്കൊക്കെ വീഡിയോസ് കാണിക്കാത്തതാണെങ്കിൽ ഞാൻ ഇരുന്നിട്ടാണ് ചെയ്യൽ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ പരത്തലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ സാധാരണ വീട്ടുജോലിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇരിക്കാനും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലോറിൽ നമുക്ക് ഇരിക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും ചെറിയ സ്റ്റൂളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ നേരം ഇരുന്നിട്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും വെജീസൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഇരുന്നിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു എല്ലാ കാര്യവും ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് നേരം നിൽക്കുകയോ ഒരുപാട് നേരം ഇരുന്ന് മാത്രം ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് അത്യാവശ്യമാണ്.
ഇനിയിപ്പോൾ നമ്മൾ തോരൻ വെക്കാനുള്ള പയറും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മീൻകറി ഒന്ന് ചൂടാക്കിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലേക്കുള്ള മീൻകറി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 75% അങ്ങനെയാണ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മുളകിട്ട മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഒന്ന് കുക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി നമ്മൾ രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്ന നേരം തന്നെ ആ ഒരു മീൻകറിയൊക്കെ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ റോസ്റ്റ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീരെ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഫുള്ള് ചിക്കൻ്റെ വെള്ളമാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരുപാട് ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് ഗ്യാസ് കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവാതെ സൂക്ഷിക്കാനൊക്കെ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീൻകറി റെഡിയാക്കാനുള്ളത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ തോരനുള്ള ഇതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൺ ടൈം സ്റ്റൗ ഓൺ ആക്കിയപ്പോൾ തന്നെ ഈ ഒരു 3 കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആ ഒരു പ്ലാനിങ്ങിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തോരനൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നമ്മളതൊന്ന് തുറന്ന് വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കിങ്ങൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം പിന്നെ നമ്മളെടുത്തിട്ടുള്ള കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റേതായിട്ടുള്ള പ്ലേസിലും കൂടെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുക്കിംഗ് ടൈമിൻ്റെ ഗ്യാപ്പിൽ നമ്മളിതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിങ്ങും കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഈ ഒരു കുക്കിംഗ് ഗ്യാപ്പിൻ്റെ ടൈമിൽ തന്നെ നമ്മൾ ചോപ്പ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ കുക്ക് ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ എടുത്തിട്ടുള്ള പ്ലേറ്റ്സ് ബൗൾസൊക്കെ അതും കൂടെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാത്രം കഴുകാനൊന്നും നിൽക്കേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു കുക്കിംഗ് ഗ്യാപ്പിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തേക്കുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാത്തിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് നേരത്തെ പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ടിഫിനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ ഈ ഒരു ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെർവിങ്ങും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ടിഫിനൊന്നും എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചോറും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റും തോരനും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ കണ്ടെയ്നറിൽ മീൻകറിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിഫിനൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓഫീസിലേക്കൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാനും മോളും കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ വാഷ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഒന്ന് മടക്കി എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്.
ഫോൾഡ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ലിവിങ് റൂമിൻ്റെ റീസെറ്റാണ്. അപ്പോൾ ഫ്ലോർ ക്ലീനിങ്ങിന് മുമ്പ് തന്നെ ഇതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മോളൊക്കെ ഉറക്കത്തിലാണിപ്പോൾ. അപ്പോൾ അവളൊക്കെ എണീറ്റ് വരുന്നതിന് മുമ്പ് ഒന്ന് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു റീസെറ്റാണ് ചെയ്യുന്നത്. റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോർ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലോർ ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ചെയർ ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു DIY സൊല്യൂഷൻ വെച്ചിട്ടാണ് വൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആകുമ്പോൾ അവർ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു ചെയറിൽ പിടിക്കാനും ചോക്ലേറ്റ്സ് ഒക്കെ ഉള്ള കൈ കൊണ്ടൊക്കെ അവിടെ എവിടെയും തൊടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ചെയറിൻ്റെ അടിയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഒരു ടൈമിൽ തട്ടിക്കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ ഫ്ലോർ ക്ലീനിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി പെട്ടെന്ന് ഫ്ലോർ ക്ലീനിങ്ങും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും കോഴ്സായിട്ട് മെഡിസിൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കോഴ്സിൽ ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബാസ്ക്കറ്റിൽ വെച്ചിട്ട് നമ്മൾ ഓപ്പൺ സ്പേസിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കാണുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഡോസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അത് മറക്കാണ്ടെടുത്ത് കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഡോസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് മെഡിസിൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ബോട്ടിൽ ഡിസ്കാർഡും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കത് ഹെൽപ്ഫുള്ളായിരിക്കും ഇങ്ങനെയുള്ള ബാസ്ക്കറ്റ്സിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഓപ്പൺ സ്പേസിൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡോറിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സിനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കലും നനച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടൈമിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബോട്ടിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ബോട്ടിലൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളവും കൂടി ഒന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. ഹോം മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് കുറേ പേരുണ്ടാവും. ഇഷ്ടമില്ലാതെ വീട്ടുജോലികൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറച്ച് ലേഡീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു നല്ലൊരു ടിപ്പാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് നമ്മളായിട്ടൊന്ന് ഡിസൈഡ് ചെയ്ത് ചെയ്യൽ എന്നുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നമ്മുടെ കുക്കിംഗ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ക്ലീനിങ് ആയാലും നിങ്ങളുടെ വീടിൻ്റെ വലിപ്പത്തിനും കാര്യത്തിനും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്കത് ഡെയിലി ബേസിസിൽ, വീക്ക്ലി ബേസിസിൽ, പിന്നെ മന്ത്ലി ബേസിസിലാക്കിയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഗ്യാപ്പും ആ ഒരു ബ്രേക്കും കറക്റ്റ് ടൈമിൽ അതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഒഴിച്ച് വെച്ചിട്ട് ബാക്കിയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്ത് തന്നെയാണ് പ്രിയോറിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തും പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ടൈം കൺസിഡർ ചെയ്തിട്ട് വീട്ടുജോലികളൊക്കെ ചെയ്യുവാണെങ്കിൽ വേറെ ഒരാളുടെയും പ്രഷറിൽ ചെയ്യാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ഹോം മേക്കിംഗ് നമുക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് മോളെയും കൂടെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കും കൂടെ ഉള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 10:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു. എൻ്റെ ഫ്രഷപ്പ് ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്താനും അതുപോലെ ഒരുപാട് ഫ്രീ ടൈം അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ ഹോം മേക്കിംഗ് കൊണ്ടുപോകാനും പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.